ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡുകൾ കുറച്ച് കുറവായിരുന്നു. മെയിനായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഒരു റേഞ്ചിലായിരുന്നു. സെല്ലേഴ്സ് ഹോൾഡ് ചെയ്യണ മാർക്കറ്റായിരുന്നു ഇന്നത്തെ. പക്ഷെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഫുൾ ടാർഗറ്റ് വന്നിട്ടുണ്ട്. നിഫ്റ്റിയിലാണ് ട്രേഡ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ ഫുൾ ടാർഗറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആകെ ഒരു ഫുൾ ടാർഗറ്റേ ഉള്ളൂ. അത് ബാങ്ക് നിഫ്റ്റിയിലാണ് കിട്ടിയാണത്. പിന്നെ ഞാൻ ബിറ്റ് കോയിൻ്റെ ട്രേഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിറ്റ് കോയിനിൽ ഒരു $120 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് നിഫ്റ്റി ചാർട്ട് നോക്കി നോക്കാം. ഇന്ന് 19 ഡേറ്റ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. മാർക്കറ്റ് ഒരു സൈഡ് വൈസ് ആണ്. നിങ്ങൾക്ക് സ്പോട്ട് ചാർട്ടിൽ മൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് ചാർട്ടിൽ വലിയ മൂവ്മെൻറ്റുകളൊന്നുമില്ല. ട്രേഡ് കിട്ടായിക്കൊന്നുമില്ല. പക്ഷെ അത് വലിയ മൂവ്മെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരും. ആകെ 4 സ്ട്രൈക്ക് ഞാൻ കൊടുത്തിട്ടുള്ളൂ. രാവിലെ കൊടുത്ത സ്ട്രൈക്ക് തന്നെയാണ് എല്ലാവർക്കും. ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് 24,800 ആണ്. 24,800 ഈ പറഞ്ഞ ലെവലിലൊക്കെ എൻട്രി ഉണ്ട്. നമുക്ക് 2 വട്ടം എൻട്രി ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ 2 വട്ടം ആയിട്ടുണ്ട്. 23 രൂപ മനസ്സിലായില്ലേ? 23 നമുക്ക് 2 വട്ടം ആക്ടിവേറ്റ് ആയാലും നമുക്ക് ഒരു 10 മിനിറ്റിൽ അല്ലെങ്കിൽ 15 മിനിറ്റിൽ നമുക്ക് എക്സിറ്റ് അടിക്കേണ്ടി വരും. കോസ്റ്റ് തന്നെ കൊടുക്കേണ്ടി വരില്ല. അതും രണ്ടൊരു മൂവ്മെൻറ്റിക്ക് പോയിട്ടില്ലേ. കുറേ നേരം കണ്ടാണ്. രാവിലെ കിട്ടിയ ട്രേഡാണ് ഇത്. ഫ്രീ ഗ്രൂപ്പിലൊക്കെ കിട്ടിയ ട്രേഡ് ഉണ്ട് കേട്ടോ. 9:49 കിട്ടിയ ട്രേഡ്. പിന്നെ ഒരു SL വരുന്നത് 12:30 അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കറക്റ്റ് കോസ്റ്റ് ഒക്കെ ഇറങ്ങാൻ ഇഷ്ടംപോലെ വളരെ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇറങ്ങുക അവിടെ ഇവിടെയൊക്കെ. മനസ്സിലായില്ലേ? കുറേ നേരം ഹോൾഡ് ചെയ്യണതിൽ കാര്യമില്ല. നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് കിട്ടണം. അത് മനസ്സിലാക്കി കേട്ടോ. പ്രോഫിറ്റ് കിട്ടുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഇടണം. അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടണ പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഇത്തിരി ഹോൾഡ് ചെയ്യാമെന്ന് മാത്രം. ഇത് ബാങ്ക് നിഫ്റ്റി ട്രേഡാണ്. 150 പോയിന്റാണ് ബാങ്ക് നിഫ്റ്റി കിട്ടിയത്. വളരെ ഈസി ആയിട്ട് കിട്ടിയാണ്. പ്രോഫിറ്റ് ഒന്നുമല്ല. ഭയങ്കര സ്ട്രഗിളിങ് തന്നെയാണ്. 10 മണിക്ക് കിട്ടിയ ട്രേഡ് 12:45 ഫുൾ ടാർഗറ്റ് അടിക്കുമ്പോൾ. അപ്പോൾ 2.25 മണിക്കൂറാണ് ഹോൾഡിങ് ടൈം. അതിൻ്റെ വളരെ ഈസി അല്ല. ഇതിൽ നിങ്ങളെന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രേഡ് ഞാൻ ആക്റ്റീവ് ആയപ്പോൾ പറഞ്ഞത് SL എടുക്കാനാണ് പറഞ്ഞത്. അത് ഒരു ക്യാനിൽ അടിയിലേക്ക് വന്നുകൊണ്ടാണ് SL എടുക്കാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ലിമിറ്റിൽ നിന്ന് എടുത്ത ആൾക്കാരാണെങ്കിലും SL എടുത്ത ആൾക്കാരാണെങ്കിലും നമ്മൾ SL നിന്നാണ് കൂട്ടണത്. മനസ്സിലായില്ലേ? ഇപ്പം ലിമിറ്റിൽ നിന്ന് ഒരാൾ എടുത്തു. അങ്ങനെയാണെങ്കിലും നമുക്ക് ഈ സംഭവം SL ഒന്നും പോവില്ല. ലിമിറ്റിൽ നിന്ന് എടുത്ത ആൾക്കാർക്കാണെങ്കിൽ SL പോവില്ല. ഇനിയിപ്പോൾ ഇത്തിരി അടിയിൽ എടുത്ത ആൾക്കാർക്ക് എന്തായാലും പോവില്ല. അപ്പോൾ ഇവിടുത്തെ എൻട്രി സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 പോയിന്റ് പോകണം. ഈ 30 പോയിന്റ് പോയ ശേഷം പിന്നെ കോസ്റ്റ് വരണില്ല. മനസ്സിലായില്ലേ? 30 പോയിന്റ് പോയ ശേഷം പിന്നെ അത് കോസ്റ്റ് വരണില്ല. പിന്നെ എല്ലാം മോളിക്കാണ് പോണത്. അപ്പോൾ അങ്ങനെയാണ് അത് ഫുൾ ടാർഗറ്റ് എന്ന് ഞാൻ പറയണത് കേട്ടോ. നിങ്ങൾക്ക് കോസ്റ്റ് അടിക്കില്ല. നിങ്ങൾക്ക് ഒരു 1:3, 1:4, 1:5 ഫുൾ ടാർഗറ്റ് അങ്ങനത്തെ രീതിയിലൊക്കെ ഇതിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. മെയിനായിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കോസ്റ്റ് ഹിറ്റാവണില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈസിയായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. വേറെ എൻട്രി ഉണ്ടായിരുന്നു കേട്ടോ. 462 എന്ന് പറഞ്ഞ ലെവലിൽ. അത് ആക്ടിവേറ്റ് തന്നെയാണ്. അതിൽ 1:2 പോയിട്ടുണ്ട്. 60 പോയിന്റാണ്. 90 പോയിന്റൊക്കെ പോയിട്ടുണ്ട്. 90 പോയിന്റ് അടുത്ത് പോയിട്ടുണ്ട്. 1:2 പറയാൻ എന്തൊക്കെയാണെങ്കിലും. ഇപ്പോൾ രണ്ടാമത്തെ ട്രേഡ് ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കോസ്റ്റ് ഒന്നും അടിക്കില്ല. ഈസി ആയിട്ട് അത് 60 പോയിന്റ് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് പ്രോഫിറ്റിക്ക് പോകാം. പിന്നെ ഉണ്ടായിരുന്നത് CE സൈഡ് നമുക്ക് നിഫ്റ്റിയിലൊന്നും ആക്ടിവേഷൻ നടന്നിട്ടില്ല. നമുക്ക് കാണാൻ പറ്റും ഈ ലൈൻസിലേക്കൊന്നും പിന്നെ ക്യാൻഡിൽസ് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അത് നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഉണ്ടായിരുന്നത് 55,900 ആണ്. 55,900 ഇതാണ്. ഇതൊരു 10 മിനിറ്റിൽ ഇറങ്ങേണ്ട ഒരു പരിപാടിയാണ്. ഫസ്റ്റ് ട്രേഡ് ബാങ്ക് നിഫ്റ്റിയാണ് കേട്ടോ. ഇനി ഇറങ്ങാൻ പറ്റാത്തവർക്ക് റിസൾട്ട് പോയിണ്ടാവും. അത്രേ ഉള്ളൂ. ഇത് ഫസ്റ്റ് ട്രേഡാണ് ബാങ്ക് നിഫ്റ്റിയിലത്തെ ഫസ്റ്റ് ട്രേഡ് നമുക്ക് വന്നത് CE സൈഡിലേക്കാണ്. അത് നമുക്ക് 10 മിനിറ്റിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അത് SL കൊടുക്കേണ്ട വരും. അതാണ് അടുത്ത പ്രശ്നം. പിന്നെയാണ് മറ്റേ ട്രേഡ് ഫുൾ ടാർഗറ്റ് വന്ന ട്രേഡ് വരുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും എടുക്കുന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു ട്രേഡ് SL അടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ട്രേഡ് എടുക്കും. അപ്പോൾ അതിന് നല്ല പ്രോഫിറ്റ് വരും. ടോട്ടൽ ഇത്രയും ട്രേഡുകളൊന്നും വന്നിട്ടുള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $120 നമുക്ക് പ്രോഫിറ്റ് വന്നത്. സ്പോട്ട് നോക്കിയുള്ള ട്രേഡിങ് അല്ല കേട്ടോ. നമുക്ക് സ്പോട്ട് ചാർട്ട് എടുത്ത് വെക്കണമെന്നുള്ളൂ. ഞാനിവിടെ എവിടെയെങ്കിലും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം. ആ ട്രേഡ് 120 പോയിന്റാണ് പോയിരിക്കണത്. 120 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $120. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുക സ്ട്രൈക്ക് ചാർട്ടിലാണ്. നിഫ്റ്റിയിൽ എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത് അത് തന്നെയാണ് ഇവിടെ സെറ്റപ്പ്. പിന്നെ ഉള്ളത് ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ നമുക്ക് ഒരെണ്ണം ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ കൊടുത്തൊരു ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതൊരു 20 പോയിന്റ് മുകളിലേക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് അടിയിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ക്രൂഡ് ഓയിൽ ട്രേഡൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ആവുക.
പിന്നെ ഇത് കാര്യം പറയാനുള്ളത്, ഡെൽറ്റ എക്സ്ചേഞ്ചിലാണ് നമ്മൾ ബിറ്റ് കോയിൻ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്കും ബിറ്റ് കോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രീ ഗ്രൂപ്പായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, എൻ്റെ റെഫർ ലിങ്ക് യൂസ് ചെയ്തിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഞാൻ ആഡ് ആക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് DM ചെയ്യാവുന്നതാണ്. യൂസർ നെയിം പറയുക, അപ്പോൾ ഞാൻ ആഡ് ആക്കുന്നതായിരിക്കും. പിന്നെ വീഡിയോ കാണുന്നതിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതൊരു 1 hour നീണ്ടെക്കുന്ന ഒരു ക്ലാസ്സാണ്. തികച്ചും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള മാത്രം വീഡിയോ ആണ്. അപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ആ ക്ലാസ് ബൈ ചെയ്തെടുക്കാം. തികച്ചും ഫ്രീ ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ട്രേഡറെന്ന് കമൻറ്റ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക, അത്രയും വേണ്ട, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ DM-ൽ വരിക, എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ ആ ഫയൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാനുള്ളൂ. നിങ്ങൾ ട്രേഡിംഗ് കോച്ചിങ് നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. ഈസി ആയിട്ട് കിട്ടുന്ന ടാർഗറ്റുകളല്ല, അത് ഈസി ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ് വളരെ ഈസിയാണെന്നൊക്കെ. എൻ്റെ ഒപ്പം ചെയ്യുമ്പോൾ SL പോകുന്നത് ചെറുതാണ്, കിട്ടുന്ന ടാർഗറ്റ് വലുതാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അത് നിങ്ങൾ മാക്സിമം ഇതിനെക്കുറിച്ച് പഠിച്ചാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ബൈയിങ് പ്രൈസ് ഫൈൻഡിങ് സ്റ്റഡിയാണ് ഞാനിവിടെ കോഴ്സായിട്ട് ചെയ്യണത്. എക്സാക്റ്റ് എൻട്രി ഇൻ ബൈയിങ് പ്രൈസ്, അതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് DM ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. അതിലാണ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ കൊടുക്കണേക്കാൾ മുമ്പ് നിങ്ങൾക്ക് അവിടെ ലെവൽസ് കിട്ടും ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ. അപ്പോൾ മാക്സിമം നിങ്ങൾ ആ സ്റ്റോറീസൊക്കെ ഒന്ന് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ് ലാസ്റ്റ് ഡേ ആണ്. നമുക്ക് നല്ല ട്രേഡുകൾ കിട്ടട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.